അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബ്ലോഗാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുന്നേ പറഞ്ഞാൽ 3 വർഷം മുന്നേ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഓരോ റോസ്റ്റിംഗ് വീഡിയോ പോലെയുള്ള ഓരോ വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. എന്നാൽ ഇനി നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാനലിന്റെ പേര് തന്നെ നമ്മൾ മാറ്റി. KFU ടെക്കി വ്ലോഗ്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് അൺസ്ക്രിപ്റ്റഡ് സിനാൻ ആ പേരിലാണ് ഇനി നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ക്യാമ്പസിൽ, ഞങ്ങളുടെ കോളേജിൽ, ഞങ്ങളുടെ ക്ലാസ്സിലെ ഇഫ്താറാണ്. അപ്പൊ ആ ഇഫ്താറിനെ ബന്ധപ്പെട്ടിട്ടുള്ള വ്ലോഗായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ബെല്ലൈക്കൺ ചെയ്യാം. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ക്ലാസ്, അതായത് ഞങ്ങൾക്ക് പഠിക്കുന്നത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് BCA എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ 10-35 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു ഇഫ്താർ മീറ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പൊ നിങ്ങൾ തമ്മിലായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മളെ ഇഫ്താറിന്റെ സംബന്ധിച്ചുള്ളൊരു ഇതായിരിക്കും നിങ്ങൾ കണ്ടത് എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നോമ്പ് തുറന്റെ കംപ്ലീറ്റ്ലി വീഡിയോ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ നോമ്പ് തുറന്നോടനുബന്ധിച്ചിട്ട് നമ്മളൊപ്പമുള്ള ഒരു ഗ്യാങ് ഫുഡിന്റെ കാര്യം, ഒരു ഗ്യാങ് പിന്നെ അവിടെ കിച്ചൺ ഡ്യൂട്ടി, അതായത് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അങ്ങനെ കുറെ ഡിവൈഡ് ചെയ്ത് പോയിക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും ക്യാമറ പൊക്കി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്താക്കുക, ഞാൻ ആ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്താക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ നിഹാലിൻ്റെ വീട്ടിൽ കണ്ടിട്ടോ പോണത്. അപ്പോൾ ഓൻ ഇന്ന് നോമ്പറ അവിടെയാണ് അറിഞ്ഞത് കൊണ്ട് തന്നെ ഓൻ ലീവ് ഒക്കെ എടുത്ത് ഓൻ അവിടെ ഫുള്ള് സെറ്റാക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താക്കുക, നേരെ ഓൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊന്നും കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം തപ്പി നടന്നതിന് ശേഷം നമ്മൾ നിഹാലിൻ്റെ വീട് കണ്ടെത്തിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സിലെ 2 റൈഡേഴ്സ് അവിടെ ഉണ്ട്. നമ്മൾ സ്വന്തം അഭിനും പ്രിയനുമാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കയറിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതാ നമ്മളെ 2 ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ നിഹാൽ. ഇതാ ഓൻ്റെ ഓട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും ഓൻ്റെ വീട്ടിലാണ് നമ്മൾ നോമ്പർക്ക് വന്നത് കേട്ടോ. അല്ലെങ്കിൽ നിഹാലെ ഫുള്ള് സെറ്റല്ലേ? സെറ്റ്. ഇത് നമ്മളെ മാസ് പ്രവർത്തകൻ മോനെ. ഞാൻ മാറ്റാൻ പോയതാണ്. ചോദിച്ചോക്ക് എന്താ മാറ്റിയില്ലേ? നമ്മൾ എന്ത് കാര്യത്തിനും പോകുമ്പോൾ ഫസലിനെ നമ്മൾ കൂട്ടിട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ പോയപ്പോൾ ഫസലിനെ കൂട്ടില്ല. അതിൻ്റെ ചൂടാകലാണ് ഇപ്പം നമ്മൾ കണ്ടത്. നോമ്പുണ്ടോ? കണ്ടിട്ടോ അയക്കാൻ വേണ്ടില്ലേ? എനിക്ക് തോന്നി ആദ്യം ഉണ്ടായതാ. ആദ്യം നോമ്പില്ലേ? ആദ്യം വേണ്ടേ? നോമ്പുണ്ട്, എല്ലാവർക്കും നോമ്പുണ്ട്. എല്ലാവർക്കും നോമ്പുണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിലെ ഷാഹിനാട്ടോ. നമ്മുടെ ഈ ഇഫ്താറിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനത്തിനും മുന്നിൽ നിന്നിട്ട് കുറെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരേ ഒരുത്തരാണ് കേട്ടോ ഇവന്. നോമ്പ് 3 വരുന്നുണ്ട്. ആഴ്ച നോമ്പില്ലേ? ആദ്യത്തേക്കില്ലേ? ജ്യോതിക്കില്ലേ? ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോമ്പ് 2 ദിവസമൊക്കെ നോക്കും. ഓക്കെ, കാറിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നിട്ട് വരുന്നോ? കണ്ടോ, കയ്യത്തൊക്കെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തിന്ന് വരിക. നോമ്പില്ലേ എനിക്ക്? നോമ്പ് എല്ലാവർക്കും. പിന്നെ അല്ല ഇടയ്ക്ക് പോലെ എന്നത് നോമ്പ് പറഞ്ഞ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഓൻ വിചാരിച്ച ആളിന്ന് വരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം അല്ലേ നിഹാലെ? ഇത് നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് ടൗൺ ഫ്രീക്ക് ബോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇഫ്താറിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, പിന്നെ ഡ്രസ്സ് കൊണ്ടുവന്നതൊക്കെ ഏത് വണ്ടിയിലാണ്, ഏത് കവറിലാണെങ്കിൽ തപ്പുന്ന ഒരു പ്ലാനിങ് ആണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. നോമ്പെന്ന് വെച്ച് കൊയങ്ങിക്കുന്നത് അതാ തൊള്ളല് ബബിൾ കട്ട് കുത്തിരിക്കുന്നത്. മൂസയൊക്കെ ഇവിടെ നിന്ന് ഇരുന്ന് മാറ്റാനുള്ള ഇതില്ല. മൂസ നോമ്പില്ലേ? നോമ്പില്ല, സെറ്റല്ലേ? ഗൈസ്, ഫൈനലി നമ്മൾ നിഹാലിന്റെ വീട്ടിലെത്തിക്കുന്നത്. അപ്പോൾ ബാക്കി ഇഫ്താറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ നിഹാൽ മാറ്റുന്നുണ്ട്, ഇവിടെ ഫസൽ മാറ്റുന്നുണ്ട്, ഇവിടെ നമ്മളെ നോമ്പ് കള്ളൻ. അപ്പോൾ ബാക്കി ടീച്ചേഴ്സും നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓൺ ദ വേ ആണ്. അപ്പോൾ എല്ലാവരും കാണിച്ചാൽ ആരും ഇതിൽ മിസ്സാവില്ല. അപ്പോൾ ഗൈസ്, നോമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അത് തിന്നുന്നോ? ഉളുപ്പുണ്ട് എനിക്ക്. കേറി വരുമ്പോ നോമ്പുണ്ട് പറഞ്ഞു. പഠിക്കോ അല്ല പറഞ്ഞോ? പറയാദിത്യ ഇവർക്ക് നോമ്പുണ്ട്. പക്ഷെ ഇവള് അതന്നെ ഇവള് വത്തകന്ന്. ഈ ആ വത്തകന്റെ പാട്ടാട്, ആ പാട്ടാട്, നീ പാടുന്ന ആ പാട്ട് വെറൈറ്റി. അങ്ങനെ വത്തക കണ്ടാലോ ഈ പാട്ടാടും കഴിച്ചു.
അതെ നിങ്ങൾ കമന്റ് അതെ കമന്റ് ചെയ്യണം. ആദ്യം കുത്തി കഴിക്കണോ അതോ മിക്സിയിലിടണം? നമ്മളെ ഓണർ വന്ന് പൊരിന ഓണർ വന്ന്. ആദ്യത്തെ തുറക്ക് നോമ്പർക്ക് എല്ലാം ഞാല് വരും പോലെ. മിക്സിയിലിടണ്ടല്ലോ നീയാല്? മിക്സിയിലിടണ്ടല്ലോ? വേണം മിക്സിയിലിടണ്ട. നീയാല് മിക്സിയിലിടണ്ട നടക്കുന്നത്. മിക്സിയിലിടൂല. അങ്ങനെ നമ്മള് നിയാലിന്റെ വീട്ടിൽ വന്നിട്ട് നിയാലിന്റെ തുണി തേച്ച് കൊടുക്കാം കേട്ടോ. കഴിയാൻ നോക്കാം. ഗൈസ് ഇത് നമ്മളെ തലയാട് യൂണിറ്റ് SSFന്റെ സെക്രട്ടറി ആണ് കേട്ടോ. ഒന്നുമില്ല, അതിനൊക്കെ ഒറിജിനൽ നോമ്പ് നോറ്റന്ന് നോമ്പർക്കാവുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മളെ ക്ലാസ് മെയിൻ നോമ്പ് കള്ളനോ. ഇഷാമേ ഒന്ന് ഫേസ് കാണിക്കണോ? നോമ്പ് കള്ളൻ ഒരു ദിവസം തന്നെ 4 വട്ടമൊക്കെ നോമ്പ് ഓർക്കും. ഗൈസ് അപ്പോൾ ഇത്രയും കാലം നമ്മളെ ചാനലിൻ്റെ പേര് KMU ടെക്കി വ്ളോഗ്സ് എന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വന്നിട്ട് നമ്മൾ അൺസ്ക്രിപ്റ്റഡ് സിനാന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫുള്ള് അൺസ്ക്രിപ്റ്റഡ് വ്ളോഗും കാര്യങ്ങളും കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ടിൻഡിങ്ങില്ലേ അത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഗൈസ് അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ. കാരണം നേരത്തെ നമ്മൾ ജ്യോതി നമ്മൾ കാണാണ്ട് ഫുഡ് അവിടെ നിന്ന് അടിച്ച് തിന്നുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. ആർഷിനെ രമയും ആദിത്യനെ ഓലെ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓലെ എല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. നോമ്പാണ്. ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ നോമ്പുകളാണ് കേട്ടോ ഈ അയൺ ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവന് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇസ്തിരിടാൻ വരും കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെയാണ് ഓൻ നോമ്പ് നോൽക്കൽ. കാരണം ഉച്ച വരെ ഒരു നോമ്പ്, ഉച്ചയ്ക്ക് അത് നോമ്പ് തുറക്കും, പിന്നെ നോമ്പ് ഉച്ചയ്ക്ക് തന്നെ നോൽക്കും, അത് വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും തുറക്കും, പിന്നെ മഗ്‌രിബിൻ്റെ നേരം ആകുമ്പോൾ ബാങ്ക് കൊട്ടുമ്പോൾ അപ്പോഴും തുറക്കും. അത് ഇവൻ്റെ ഒരു ഹോബിയാണ് ഞാൻ പറയാം. കാരണം നോമ്പ് നോൽക്കുക, തുറക്കുക, മുറിക്കുക, നോൽക്കുക, തുറക്കുക, മുറിക്കുക, അതാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് നോമ്പൊക്കെ നോക്കിയിട്ട് ക്ഷീണിച്ച് കിടക്കുക, രാവിലെ നോമ്പ് എടുക്കുക, രാത്രി പണിക്ക് പോവുക, അല്ലേ? അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മളെ SSFന്റെ നേതാവ്. SSFന്റെ തലയാട് യൂണിറ്റിലെ എന്താണ് സെക്രട്ടറി അല്ലേ? സെക്രട്ടറി നമ്മളെ നേതാവാണ്. ഏതാ ഇവൻ്റെ 6 പാക്ക് ബോഡിൻ്റെ വീഡിയോ അത് നമ്മളിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നേരത്തെ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ ഉള്ള കുറച്ച് സെറ്റപ്പും ഇതാണ് നമ്മളെ അഭിനവ് കിട്ടോ. നമ്മളെ അഭിനവ് കൃഷ്ണ അഭിനവ് പവിത്രനെ കണ്ടു, പക്ഷെ ഓനൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഇതാണ് നമ്മളെ സെറ്റപ്പ്. LED കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബാങ്ക് കൊടുക്കാൻ നേരത്ത് ഇതൊക്കെ സെറ്റ് ആവുമെന്ന് വിചാരിക്കും. ഇതൊക്കെ കത്തേക്കൂലേ? കത്തൂലേ? നോമ്പുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് എന്തിനാ നോമ്പില്ലേ? പക്ഷെ ഫുഡ് കഴിക്കാൻ വരും, അത് വേറെ കാര്യം. അത് വേറെ മൈൻഡ് തന്നെയല്ലേ നമ്മള്. എനിക്ക് നോമ്പില്ലല്ലോ. എനിക്ക് അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ചൊന്നും ഒരു നോമ്പില്ല. ശരിയായ നോമ്പ് വരെ. ഇതാണ് നമ്മൾ നിയാല് പൊരൻ്റെ ഓണർ. ചെക്കനെ മനസ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള തിരക്കിലാണ്. നമ്മളെ നോമ്പുകളിലുണ്ട് ഒപ്പരം ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പം ഇനി നമ്മൾ ടീച്ചേഴ്സ് വരാണ്ട്. ടീച്ചേഴ്സ് വരൂലോ? ബാക്കിയുള്ള എല്ലാവരും ഉണ്ടോ? എന്തായാലും ഓൾമോസ്റ്റ് കുറച്ച് ടീച്ചേഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുക്കളയുടെ പരിപാടി എന്തായാലും നോക്കാം. അടുക്കള ജോലി നല്ല തീറ്റ, നോമ്പ് നോറ്റി കാരണം പറ്റിച്ചിട്ട് നല്ല തീറ്റ തിന്നാണ്. നമുക്ക് എന്തായാലും പോയി പിടിക്കാം. എന്തായി ജ്യൂസിൻ്റെ കാര്യം എന്തായി? ജ്യൂസാണ്. അതെ ഗായ്സ്. ആദിത്യ അസ്സലാമു അലൈക്കും. അങ്ങനെ ഓരോന്ന്. ഇവളെ ചിരി കാണണം. ഒന്ന് ചിരിക്കാതിരിക്കേ. എന്താ എഞ്ചിൻ സ്റ്റാർട്ടാക്കാതിരിക്കുക. നമ്മളെ പ്രവർത്തനം ഓടി കളിക്കുക കേട്ടോ. അങ്ങാടി പോണ സാധനം വാങ്ങുന്നത് വരുന്നത്, അങ്ങാടി പോണ സാധനം വാങ്ങുന്നത് വരുന്നത്. ആദ്യം പോയിട്ട് ഒരു ഇൻസ്റ്റലേഷൻ വാങ്ങും, തിരിച്ചു വരും. പിന്നെ ഇൻസ്റ്റലേഷൻ വാങ്ങിയതിൻ്റെ ബാക്കി 5 റുപ്യ വാങ്ങിയില്ലാന്ന് രണ്ടാമതും പോകും, പിന്നെയും തിരിച്ചു വരും.
അതാണ് നമ്മളെ ഷാഹിൻ്റെ ഓരോ കുസൃതികൾ. ഓന് പറയാൻ അവസ്ഥ നോക്കിക്കുന്നുണ്ടോ? ഉളുപ്പുണ്ടടാ എത്ര നേരം ഞാൻ ഒട്ടിച്ചായിരുന്നു. ഇപ്പൊ വീഡിയോ എടുക്കാണ്ട് ഞാൻ ഫോൺ എടുത്താ. ഗൈസ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആക്കി. ഇനി നമുക്ക് ഫുഡ് എത്താണ്ട്. അതിൻ്റെ തൊട്ട് മുന്നേ ഇതാകുന്ന അവിടെ നമ്മളെ ഫസലും ടീമും SSFൻ്റെ നമ്മളെ സ്വന്തം ഫസലും ടീമും ഇവിടെ കറക്റ്റിന് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അനു, നോമ്പ് തുറനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതെന്നാ എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ പണിയെടുക്കുന്നത് ഇതിൽ കാണാനായിട്ടാണ്. ഞാൻ എന്തോരം പണിയെടുക്കുന്നത്. നിങ്ങൾ വരുന്നതിന് മുന്നേ എന്തോരം ഫ്രൂട്ട്സ് ഞാൻ വെട്ടിയറിയോ? ഫസൽ കുറേ നേരമായി കഷ്ടപ്പെടുന്നു കേട്ടോ. ഹെൽപ്പ് ചെയ്യാനും ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രമേ ഇവൻ പണിയെടുക്കുന്നുള്ളൂ. പക്ഷെ ഇതാ മാർക്ക് അഭിനവിന്റെ റോള് പറയാണ്ട് കാണിച്ചില്ല. ഓനാണ് കോണിയൊക്കെ പിടിച്ച് സെറ്റായി താങ്ങി കൊടുക്കുന്നത് കേട്ടോ. ശ്രീരാജ് മന്തി ഇടണ്ടോ? ആടെ ശ്രീരാജ് ഉണ്ടോ? മന്തി ഇടണ്ടോ? ആടെ ശ്രീരാജ്. 18 ദിവസത്തെ നോമ്പിനെ പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല സുഖല്ലായിനോ? ഇവനാണ് നോമ്പ് കള്ളൻ. ഇവൻ കോളേജിൽ എത്ര നോമ്പാ മുറിച്ചറിയോ? തെളിവുണ്ട്. നിയാലിനോട് ചോദിച്ചാൽ നല്ല തെളിവുണ്ട്. എന്താ പറയാണ്ട്? ഇനി നിയാൽ ഉടായിപ്പാ. നിയാലിനെ പറ്റി എന്താ പറയുന്ന? ഇനി ഉടായിപ്പാണെന്നാ പറയുന്നത്. വ്യാജന് കണ്ടോ? പള്ളിന്ന് ഇറങ്ങി വരുമ്പോണ്ടല്ലേ മുഖത്ത് ചോറ്. എടോ പള്ളിയിൽ ചോറല്ലേ കൊടുക്കല്, മുഖത്ത് ചോറ് വരാൻ. ശ്യാമേ കയ്യിന്ന് പോയി. നമ്മളെ ടൗൺ ഫ്രീക്ക് അക്കു വന്നിക്കുന്നത്. ആരാ വരുന്നത്? രാഷ്ട്രീയക്കാരനോ? വെള്ളയും യൂണിഫോം. അടുക്കടക്ക് സാധനം കാണിച്ചോട്. മുതല ടീം ഇതാകണ. അടുത്ത ടീം വരുന്നുണ്ട്. ഒരു ടീം വെള്ളി, ഒരു ടീം വെള്ളയും കറുപ്പും. അതിലെന്താ പറയാനുള്ളത്? മൂസ കള്ളം നമ്മ നോക്കി വന്നതോ ആണോ? എല്ലാവരും ഒറ്റ മൈൻഡിലോട്ടോ പണിയെടുക്കുന്നത്. വിത്തൗട്ട് മീ. ഞാൻ ഒഴിച്ച് എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. ഞാനും എടുക്കുന്നുണ്ട്. പട്ടച്ചോന ഇതാരാ? പ്രിയ നോമ്പില്ലേ? അല്ല, ഇന്നലെ വരെ നോമ്പില്ലായിരുന്നു. എന്തായാലും നോമ്പ് തുറക്കാൻ നേരത്തെ ഒരു നോമ്പുണ്ട്. അഭിനയുടെ പോയി എടോ ഇവനൊരു പണിയെടുക്കാനാവില്ല. ആരെന്ത് വെറുതെ ഉള്ള പണി നിൽക്കണോ? അവിടെ പോയി നിൽക്കും. കണ്ടോ? വെറുതെ വന്ന് നിന്നിട്ട് കണ്ടോ? എവിടുന്നോ വന്നിട്ട് അതിന്റെ ഇത് ഒട്ടിച്ചാട്ട് മായി. ആൾക്ക് ഉളുപ്പുണ്ടോ? കണ്ടോ? നോമ്പ് വെള്ളം പണിയെടുക്കുന്നുണ്ട്. അടച്ചോനെ അതിലാണ് മെയിന്. ആദ്യമാണ് മെയിന്. ക്യാമറ ഓൺ ആകാതെ ഇന്ന് ഓരോന്നെടുത്ത് തിന്നാളും ക്യാമറ ഓഫ് ആയിപ്പോ. കൊക്കവടയുണ്ട്, സമൂസയുണ്ട്, അതുണ്ട്. അങ്ങനെ നമ്മളെ സാറ് വന്നിരിക്കുന്നത്. അസ്സലാമലൈക്കും. നോമ്പുണ്ടോ? നോമ്പില്ല. ഇതാണ് ബാക്കിയുള്ളവർ വരുന്നുണ്ട്. ചേച്ചി വന്നിരിക്കുന്നത്. പക്ഷേ നോമ്പുണ്ടോ? ബാക്കിയുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല ഇല്ലല്ലേ? ഇഫ്താറുൽ ഹറാത്തി. അതെ, ഞങ്ങൾ BCൻ്റെ ഒരു നോമ്പ് തുറ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാങ്ക് കൊടുത്തിട്ട് കാണാം. ഇപ്പം ടൈം എത്ര അറിയോ? ഇപ്പോൾ വാച്ചാടാ 6:30. എപ്പോഴാണ് ബാങ്ക്? എപ്പോഴേനു? 6:40. 6:40 കാശ് ബാങ്ക് തോന്നുന്നു. ബാങ്ക് എപ്പോഴാ? 6:42 ബാങ്ക്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇനി 6 മിനിറ്റ് കൂടെ ഉള്ളൂ. കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ ക്ലാസ്സിലൊന്നും അധികം വരൂല്ലെങ്കിലും പ്രവർത്തനത്തിന് യാതൊരു പങ്കുമില്ല കേട്ടോ.
മാസ് പ്രവർത്തനം. ഇത് മെയിന്, നമ്മളെ പരിപാടിന്റെ മെയിന് പോകുന്നുണ്ടറിയാം നമുക്ക്. ഇതാ വരുന്നതാ യാരിവൻ അല്ല, നമ്മളെ SSMന്റെ ആളാ പോണം. നോമ്പ് കള്ളനാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്, ആ ഒരു പേടി എനിക്കുള്ളൂ. സ്പെഷ്യൽ സാധനം കുറച്ചേ ഉള്ളൂ. എടോ അതൊക്കെ ഇങ്ങി തിന്നതാണ് നമുക്കറിയാം. നമ്മള് നോമ്പ് തുറങ്ങാനുള്ള അവസാന ഘട്ടത്തിലായിട്ടുള്ളത്. എനിക്ക് നോമ്പില്ല വിചാരിച്ച് നമ്മളൊന്ന് ഹറാമിൻ്റെ പരിപാടി ചെയ്യൂല. ബാങ്ക് കൊടുക്കാനായിരിക്കുന്നു കേട്ടോ. ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. നിഹാല് കാണാൻ മാസ് പ്രവർത്തനത്തിലാണ്. അത് പോണ മാസമായിട്ട്. അസ്സലാമു അലൈക്കും. എനിക്ക് നോമ്പില്ലല്ലോ, പിന്നൊന്നും ഈ വേഷത്തില്. എല്ലാരും ഇവർക്ക് പ്യുവറായിട്ട് നോമ്പുണ്ട് കേട്ടോ. വെള്ളം കുടിച്ചില്ലല്ലോ. എനിക്ക് നോമ്പുണ്ട് കാര്യത്തിലോ. ഇവരെ നോമ്പുറക്കുന്നതിന് അർത്ഥമുണ്ട്. അതൊരുത്ത ചൊണ്ണ വരുന്ന വേഗം പോരി. നേരത്തെ ഒരു അറബിക്കുട്ടി വന്ന് ഇപ്പൊ വെള്ളയിട്ട് പിന്നെ ജ്യോതി പിന്നെ BCN ടൗൺ ഫ്രീക്ക് അക്കു ഒന്ന്. ഓ ഷൂ ഏതാ മൂട്. ഇവിടെ പണ്ഡിതന് തന്നാ സപ്ലൈ ചെയ്യുന്നുണ്ട്. പണ്ഡിതന്റെ രാത്രിത്തെ പണിയും സപ്ലൈങ് തന്നെയാണ്, രാവിലെ സപ്ലൈങ് തന്നെയാണ്. നോമ്പൽക്കാണ്ട് കള്ളനായി വന്ന സാറത് സാറിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇത് കണ്ടോ, ഒരു പ്ലേറ്റിൽ ഒരു കാരക്ക, ഒരു പ്ലേറ്റ് ഒരു 3 ആൾക്കുള്ളതാണ്. പക്ഷെ അതിലൊരു കാരക്കേ കൊടുത്തുള്ളൂ, അതൊക്കെ ഫേക്കാ. ഇത് 4 നമ്മൾ ടീച്ചേഴ്സ് ആട്ടോ, ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറേ കടികളും കാരക്കയും മുന്തിരിയും ജ്യൂസും എല്ലാം നമ്മൾ നിരത്തി വെച്ചിരിക്കണേ. അതിൻ്റെ ഇടയിൽ ഇതാ ബാങ്ക് കൊടുത്ത് പറഞ്ഞാൽ നമ്മുടെ അറബിക്കുട്ടി നോമ്പും തുറന്ന് അടുത്തുള്ളവനും നോമ്പ് തുറപ്പിച്ച്. എന്നിട്ട് ഇതാ എല്ലാവരും കൺഫ്യൂഷൻ ആയി ഇരിക്കാൻ കേട്ടോ. അപ്പം എന്താ നമ്മുടെ ആ മഹലിൽ ബാങ്ക് കൊടുത്തില്ലെങ്കിലും അപ്പുറത്തുള്ള മഹലിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുറന്നത്. നമ്മളല്ല ഹാദി തുറന്നത്. ആ ബാങ്ക് മാത്രമേ കേട്ടിയുള്ളൂ, അത് വേറെ കാര്യം. അങ്ങനെ എന്തായാലും അപ്പുറത്ത് മഹലിൽ ബാങ്ക് കൊടുത്തല്ലോ. അപ്പം നമ്മൾ ഇനി നോമ്പ് തുറക്കുന്നത് കൊണ്ട് തെറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പം ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ ഇത്. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ ബാങ്ക് ഒറിജിനലായിട്ട് കൊടുക്കുന്ന. കാരൊക്കെ ഒന്നല്ലേ അത് ഞാൻ തിന്നു. ഹറാം. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറേ വത്തൊക്കെ അവിടെ വെട്ടി വെച്ച് കിട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്തെ എടുക്കാൻ മറന്നുപോയി. പിന്നെ നിഹാല പാപ്പ കൊണ്ട് തന്നെ പിന്നെ നമ്മളെ മെയിൻ അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ കൊണ്ടുവരാൻ മറന്നുപോയി. രണ്ടാമത് നമ്മ കൊണ്ടുവന്നു.
അറബിക്കുള്ള ബാങ്ക് കൊടുക്കുന്നതിന് നോമ്പറന്ന് എന്തായാലും ബാങ്കല്ലേ കൊടുത്ത് എന്തായാലും ബാങ്ക് കൊടുത്തിട്ടാ ഇതാക്കി തുറന്ന് ബാങ്ക് കൊടുത്തിട്ടാ എന്താ കണ്ട ഞാൻ പറഞ്ഞു ഇവൻ മന്തി ആടെ ഉണ്ടാവും ഓന് ജസ്റ്റ് പീസ് വേണം അല്ലെങ്കിൽ ഓൻ തല വെട്ടും. അതെ ഇങ്ങൊരു ഹോട്ടലിൽ നിന്ന് പിടിച്ചടോ. ഞാൻ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പോയി, ചെസ്റ്റ് പീസ് കിട്ടാതെ ഇങ്ങനെ തച്ച്. ആ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ 2 നോമ്പ് തുറന്ന്. ഒന്ന് നമ്മൾ അറബിക്കുട്ടി കാരണം അറബിക്കുട്ടി കാരണം ബാങ്ക് കൊടുത്ത കാരണം ഞങ്ങൾ നോമ്പാട് തുറന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത് ബാങ്ക് കൊടുത്തത്. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ നോമ്പ് തുറന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ 2 വട്ടം നോമ്പ് തുറന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ അതിന് അടുത്ത ക്ലിപ്പ് കാണാം. സാറ് ഫിയറായി ശരി. ഇവിടെ ബ്ലോഗാട്ടോ, ഒക്കെ ബ്ലോഗില്ല. ഇത് ഭീഷണി അയക്കണം. ഏതാ ഇങ്ങനെ കൊറേ എണ്ണുണ്ട്. അങ്ങനെ നമ്മള് നോമ്പൊക്കെ തുറന്ന് നേരെ പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡ് കൊടുത്തു. ഐസ് നമ്മളെ ഫുഡും കൊണ്ട് വന്നു കേട്ടോ. ഫുഡ് കേൾക്കുമ്പോ എന്തൊരു ശുഷ്കാന്തി അവന്റെ മുഖത്ത് എന്തോ അത് ചിരിയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളില് അടിച്ചു പോയോ? ഇത് നമ്മള് നിസ്കാര കള്ളനാ. നിസ്കാരത്തിലുണ്ട് 3 റക്കായത്തുള്ള 2 റക്കായത്താക്കി നിസ്കരിച്ച് മഗ്‌രിബ്. ഇനി പോവാ? എന്താ ടൈം ലേറ്റ് ആയോ? ലേറ്റ് ആയി. എന്നാ മന്തി ഉണ്ടാവും വിട്ടോ മന്തി ഉണ്ടാവും. അതന്നെ ഇനി ഓനി മന്തി അവിടെ വേണ്ടല്ലോ. ഇസാമേ നോമ്പ് വെള്ളോ വിട്ടോ ടൈമില്ലല്ലോ എനിക്ക്. ഇത് നമ്മള് ചെസ്റ്റ് പീസിന്റെ ആളാട്ടോ. മന്തി ഇറങ്ങിയാണ് ചെസ്റ്റ് പീസ് കിട്ടിയില്ലേ തല്ലെന്ന് പറഞ്ഞു. നമ്മളെ നോമ്പുള്ളനും ഓനെ മച്ചാനും ബൾബ് ഇട്ടാനാ യൂട്യൂബറെ. ഞാൻ വ്ളോഗ് എടുക്കുന്ന കണ്ടിട്ട് അടുത്ത ആളും വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതാ നമ്മളെ അറബിക്കുട്ടി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നോമ്പ് തുറന്ന്. ഇവൻ തുറന്നിട്ട് ആരെ കൊണ്ട് തുറപ്പിച്ചറിയോ? എന്താ ഇസാമിനെ കൊണ്ട്. ഇവനോട് പറഞ്ഞു ബാങ്ക് കൊടുത്ത് തുറന്നു പറഞ്ഞ്. ഇവൻ പിന്നെ മുട്ടി നിൽക്കേനും. അപ്പം തന്നെ നിന്ന് അതന്നെ അൽഫാം ഇറങ്ങാണ് ജസ്റ്റ് പീസ് ഓനെന്ന് പറഞ്ഞു. 3 വേണ്ടരാമ തല്ലണ്ട. ആ അതാരൊക്കെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഹോട്ടലിൽ പോയിട്ട് നിന്റെ കഴുത്തിന് പിടിച്ചോനോ അവന്. ചെസ്റ്റ് പീസ് കിട്ടായി ചുണ്ടിന് അല്ല കഴുത്തിന് പിടിച്ചോനാ. ക്ലാസ്സിലെ ഗുണ്ട രാമൻ. ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഫുഡ് നമ്മളെ അടുത്ത് എത്തിക്കുന്നുണ്ടോ. അപ്പോൾ അത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ആദിലാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചുറ്റിനും ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. കാരണം എന്താ എല്ലാവർക്കും ഈ കോഴിൻ്റെ ചെസ്റ്റ് പീസ് വേണം. എന്താണ് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വട്ടത്തിൽ നിൽക്കുന്നത്. നോക്ക് കറുത്ത ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ പെയ്യുന്ന പ്രവചിക്കുന്ന ഫസൽ. മഴ ചെയ്താൽ എനിക്ക് എന്തും തരാം. ഓക്കെ പോന്ന രാമ ഫുഡ് സപ്ലൈ ചെയ്യാം. രാമ ഫുഡ് സപ്ലൈ ചെയ്യുന്നു. അഭിനവിലേക്ക് കൈമാറുന്നു. റോഡ്
കോയിന് ചെസ്റ്റ് പീസ് തന്നാലേ ഒന്നും വേണം, മന്തിയേ വേണ്ട. മന്തിയേ വേണ്ട. ഇനി കുറച്ച് കഴിയുമ്പോൾ കാണാം ചെസ്റ്റ് പീസിന് തല്ലുവിടുന്നത്. സത്യം പറഞ്ഞ ഇപ്പം എനിക്ക് പറഞ്ഞാൽ കിട്ടും. വേണ്ടേ വേണ്ടേ എന്നാ തിന്നരുത് കേട്ടോ, തിന്നരുതേ. ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കട്ടോ വീഡിയോ എടുക്കാൻ, തിന്നരുതേ. ഇവനുണ്ടല്ലോ ഇവന് ആടെ പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചു. അറബിക്കുട്ടിന്റെ ബേക്കിൽ പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. അതിൽ ഏല ചെസ്റ്റ് പീസ് നോക്കി നടക്കുക. എന്നാൽ ആടെ ഇരിക്കാലോ. അതെ ചെസ്റ്റ് പീസ് ഏതാണെന്ന് വെച്ചാൽ ആടെ ഇരിക്കാനുള്ള ഇതിലാണ്. അറബിക്കുട്ടി ഒരു ദുആ. ചെസ്റ്റ് പീസ് കിട്ടുകയാണെങ്കിൽ ഇവർക്കൊക്കെ വർക്കത്ത് കൊടുക്കണേ. വർക്കത്ത് ഇവനും കോയിന്റെ ചെസ്റ്റ് പീസ് നല്ല മാർക്ക് വാങ്ങി കൊടുക്കണേ. ആ നല്ല മാർക്ക് കിട്ടും. ജോലികളൊക്കെ ഹൈറും വർക്കത്ത് ചെയ്യട്ടെ. അതെ അമീൻ. എല്ലാരും ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, ബാക്കിയുള്ള എല്ലാരും അവിടെ ഉണ്ട്. അതെ വ്ളോഗും കോട്ടിമുട്ടി. ഇത് അബിൻ ബ്ലോഗ്സ്. ഇത് ഇതൊരു തരം കള്ളായി. ഫുഡ് വിളമ്പുന്നതിന് ഇടേന്ന് തിന്നുന്ന വേറെ ഇത്. മന്തിന്റെ മയോണൈസ് മൊത്തം. ആരെ ബേഗ അന്റെ ബേഗ? ഇതാണ് അന്റെ ബേഗ. ഇത് അതിലില്ല. അണ്ണന്റെ കവർ നിറച്ചു ഇതാക്കുന്ന മയോണൈസ് പേക്കാക്കിയതാണോ എന്ന് ഡൗട്ട് ഉണ്ട്. സേഫാണ്, ജ്യോതി സേഫാണ്. ഫൈനലി ഞങ്ങളെ ഫുഡിന് മുന്നിലുള്ളത് ശ്രീരാജിന് എന്തോ കിട്ടിയോ? ശ്രീരാജിന് ജസ്റ്റ് പീസ് കൊടുക്കരുതേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഫുഡ്. അപ്പൊ നമ്മളെങ്ങനെ തിന്നണം? ഇങ്ങനെ കുറച്ച് കുഴച്ച് ഒരു ചെറിയ ചിക്കൻ പീസ് കൈമന്ന് പറിച്ചെടുത്ത് മെല്ലെ അതിൽ വെക്കുക. എന്നിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു പിടുത്തതിൻ്റെ സാറേ. പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല. അത് നോമ്പും നോറ്റിട്ട് തിന്നുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. നോമ്പുകളെ നല്ല തീറ്റാണല്ലോ. എടാ ഉച്ചക്ക് ഇങ്ങനെ തിന്നല്ലടോ. എടോ ഓൻ ഉച്ചക്ക് ഒരു വട്ടം നോമ്പ് പറഞ്ഞതാ. ലീസാമേ നമ്മളെ മല്ലാക്കട ഉണ്ട്. അസ്സലാമലൈക്കും. അനിയോ ഓൻ പൊട്ടനാടോ. ചെവി കേൾക്കുന്നില്ല. പൊട്ടനാ ചെവി കേൾക്കൂല. അത് തിന്നുമ്പോ ഒന്നും കേൾക്കൂല. എല്ലാവർക്കും സിനാന വേണോ? ഐസ്ക്രീം ഉള്ളേ കൊണ്ട്. ഫസലേ ചോക്ലേറ്റ് എങ്ങനെ തിന്നു? എന്തായാലും എന്താ എന്തോ പറഞ്ഞതാ. അപ്പോൾ ഇത് നമ്മുടെ ആതിര മിസ്സും അശ്വതി മിസ്സും ആണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഓരോ പരിപാടികളാണ്. മിസ്സേ ശരി. യൂണിവേഴ്സിറ്റി കയറും. ഷാഹിനെ നോമ്പറിനെ പറ്റി പറയും. അവസാനത്തെ 2 വാക്ക്. അവസാനത്തെ നോമ്പ്. ഇത് നോമ്പ് തുറക്കുന്നതിന് മുന്നേ, ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നോമ്പ് തുറന്നു. നോമ്പ് പറഞ്ഞേ സൂപ്പർ അല്ലേ? പണ്ട് ഉസ്താദ് പോയതാ. സൂപ്പർ നോമ്പ് പറയാം കേട്ടോ. എന്താ പറയാ, വെരി നൈസ്. കാരണം മാർവലസ് അല്ല അന്ന് പറഞ്ഞു പറ്റിച്ച്. മലയാളം പറയും. മാർവലസ് മപ്പ് നോമ്പ് പറയുന്നു. അതിലെ ഒരു ഫൈനൽ പറയും നോമ്പറിനെ പറ്റി. നോമ്പ് ഉഷാറല്ലേ? നല്ല കഷ്ടപ്പെട്ട് കേട്ടോ. നല്ല കഷ്ടപ്പെട്ട് അതുപോലെ നല്ലൊരു ഇത് നമുക്ക് കിട്ടിയിരുന്നു. ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തീർക്കാനാണ് BCAക്കാരുടെ മെയിൻ ഹോബി. അതത്രേ ഉള്ളൂ കേട്ടോ. എന്തൊരു കാര്യം വിചാരിച്ചാലും നീറ്റായിട്ട് ഞങ്ങളത് ചെയ്തു തീർക്കും. നോമ്പറാൻ കണ്ടായിരുന്നു. ഉഷാറായില്ലേ? എൻ്റെ അഭിപ്രായം എന്താ? നല്ല നോമ്പറല്ലേ? എൻ്റെതോ നോമ്പറാൻ കണ്ടായിരുന്നു. എനിക്കെന്താ ചെസ്റ്റ് പീസ് കിട്ടിയോ? എന്നാലും മിസ്സിന്റെ കാലടിച്ച് അവന്
വേറെ കാര്യം. മന്തി ചപ്പാത്തി എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഹറാത്തി ഇഫ്താർ മീറ്റപ്പ് ഞങ്ങളെ BCA നോമ്പ് തുറ അതങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വ്ളോഗാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും വരാം. ബൈ.